ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മീൻ ഫ്ലേവേഴ്സ് ഫോർ യു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മട്ടൻ മന്തീൻ്റെ റെസിപ്പിയാണ്. വളരെ കുറച്ച് ചേരുവ കൊണ്ട് എങ്ങനെ ഒരു അടിപൊളി മട്ടൻ മന്തി ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലോട്ട് ആവശ്യമുള്ളത് 1/4 കപ്പ് വീതം ക്യാരറ്റും ആൽമണ്ട്സും റൈസിൻസും ആണ്. പിന്നെ കുറച്ച് സ്പൈസസ് എടുക്കുന്നുണ്ട്. 2 ക്യൂബ് ചിക്കൻ സ്റ്റോക്കും ഒരു ഡ്രൈ ലെമണും പിന്നെ കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 3 കപ്പ് ബസ്മതി റൈസ് ഒരു അരമണിക്കൂർ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കഴുകിയിട്ട്. ഇനി നമുക്ക് കുക്കറിൽ നമ്മളെ മട്ടനൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഓയിലൊന്ന് ചൂടാക്കിയെടുക്കാം. അതിലോട്ട് നമ്മൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒരു റോ സ്മെല്ല് മാറി തുടങ്ങുമ്പോൾ നമുക്ക് നമ്മളെ മട്ടനോട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മളെ ചിക്കൻ സ്റ്റോക്ക് ക്യൂബും ഡ്രൈ ലെമണും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി അധികം ആവണ്ട. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു 25 മിനിറ്റ് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇനി നമുക്ക് ചോറ് വേവാനുള്ള വെള്ളത്തിലോട്ട് കുറച്ച് കറാമ്പൂവും ഏലക്കയും പട്ടയും കുരുമുളകും ചെറിയ ജീരകവും ചേർത്ത് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. ഈ സമയം നമ്മുടെ മട്ടൻ വെന്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ കുറച്ച് ഗീ ചേർത്ത് കൊടുക്കാം. അതിലോട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ആൽമണ്ട്സും ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. പിന്നെ കുറച്ച് മുന്തിരിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിയും കൂടി ചേർത്ത് ഇത് വേവാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ സെയിം പാനിലോട്ട് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതിലൊരു 1/2 വലിയ ഉള്ളി സ്ലൈസ് ചെയ്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടനും അതിൻ്റെ സ്റ്റോക്ക് കൂടി അതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഈ സ്റ്റോക്ക് ഒന്ന് ചെറുതായിട്ട് വറ്റി തുടങ്ങുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കണം. ഈ തൈര് ഒട്ടും പുളിയില്ലാത്ത തൈരാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ തൈര് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. സ്റ്റോക്കൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ഊറ്റിയിട്ട് ഈ മട്ടനിലോട്ടിട്ട് ദം ചെയ്യാം. കുറച്ച് ചോറിട്ട ശേഷം ഒരു 3-4 പച്ചമുളക് ഈ ചോറിലൊന്ന് കുത്തി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ബാക്കിയുള്ള ചോറ് കൂടി ഇട്ടിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ആൽമണ്ട്സും മുന്തിരിയും ഒക്കെ ഇതിലോട്ടും ചേർത്ത് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളൊരു അലുമിനിയം കപ്പ് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു ചാർക്കോൾ നന്നായിട്ട് ചൂടാക്കിയിട്ട് വെച്ച് കൊടുക്കാം. അതിൽ കുറച്ച് ഗീയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഗീ ഒഴിക്കുമ്പോൾ ഒന്നുകൂടി നല്ല ഫ്ലേവർ. എന്നിട്ട് നല്ലൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് അടച്ച് ടൈറ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഒരു ചെറിയ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് തുറന്ന് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ചെറിയ ബെല്ലൈക്കണൂടെ പ്രസ് ചെയ്താൽ ഞാനിൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.